ഓർമ്മകളുടെ കെട്ടഴിച്ചാൽ നഷ്ടബോധമാണ്. ഞാൻ വന്ന് കവിളിൽ ഞാൻ തുടങ്ങുകയും ചെയ്തു, ഇടയിടയെന്ന് വിളിച്ച് കൈയെടുത്തപ്പം ഇവിടെ തൊലിയൊക്കെ കയ്യിൽ പറ്റുകയാണ്. അപ്പോഴും കാര്യം മനസ്സിലായല്ലോ. 100% 200% ഒരു പൊള്ളലേറ്റ് പിന്നെ ജീവിക്കില്ലല്ലോ. ചാറി നിന്ന മഴ, ശക്തിയേറിയ ഇടിമിന്നൽ. ഇടിമിന്നലേറ്റത് കാരണം പടക്കശാലയ്ക്ക് സമീപത്തെ തെങ്ങ് കത്തി. അതിൽ നിന്ന് വീണ തീപ്പൊരിയാണ് അപകടത്തിന് കാരണമായത്. ഈ മഴയത്തിൻ്റെ മണ്ട തീ പിടിക്കല്ലായിരുന്നാ പറഞ്ഞ് വിശ്വസിക്കില്ലേ, ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. നമ്മൾ ചൂട്ട് കത്തും പോലെ കത്താണ് ഇതിൻ്റെ ഈ കോച്ചാട്ടയൊക്കെ. കഥവിൻ്റെ അടുത്താണ് ഞാൻ നിന്നത്. അപ്പോഴാണ് സംഭവം നടക്കുന്നത്. ഞാൻ അന്തം വിട്ടുപോയി. തീപ്പൊരി അങ്ങ് ആളി കത്താലും തേലസേന്ന് വിളിച്ചിട്ട് ആരും വിളിയൊക്കെ വെടിയിൽ വെച്ച മാത്രം. പിന്നെ ഇതൊന്നും അറിഞ്ഞൊരു സഹോദരൻ. പിന്നെ ഞാൻ അന്തം വിട്ട് എൻ്റെ വീട്ടുകാരെയും വിളിച്ച്. അവരും ഒച്ചയില്ല, പുറത്തില്ല. അവർ ഒരു കറക്കം ഇങ്ങനെ തപ്പിക്കൊണ്ട് ഭയങ്കര പുക. അടുത്തങ്ങ് വെളിയിൽ ചാടി ഭാഗ്യം. പിന്നെ കാണുന്നത് എന്തായാലും പറയാം, അവർ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര പുറത്ത് വരുമ്പോൾ അപ്പോൾ ഈ വെടിയൊക്കെ പോയപ്പോൾ ഷീറ്റ് ആസ്പെറ്റാസായിരുന്നു, പൊട്ടിത്തെറിക്കുകയാണ്. അവിടെ ഈ നമ്മൾ വന്ന റോഡിൽ തന്നെ ആ സൈഡിൽ വലിയ മരമുണ്ട്, അതിന് മറവ് നിറഞ്ഞു. ആ വെടിയിൽ വെച്ചേക്ക് തീർന്നു. ഞാൻ വന്ന് നോക്കപ്പോഴാണ് രണ്ടുപേരും 2 ഭാഗത്തിട്ട് കിടക്കുന്നു. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടല്ലോ സൈലസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മ എന്ന് വിളിക്കണം. അപ്പോഴും ഞാൻ വിളിച്ച് ആരെ വിളിക്കാൻ? പലരും വന്നു, ആരും എടുത്തില്ല, തൊട്ടില്ല, പേടിച്ച്. അയാൾ അമ്മ എന്ന് വിളിക്കണം. അപ്പോഴും അയാൾക്ക് ജീവനുണ്ടായിരുന്നു. മറ്റേ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ മരിച്ചുപോയി. പാലോട്ടെ പടക്ക നിർമ്മാണശാലയുടെ മുതലാളി സൈലസും തൊഴിലാളി സുശീലയുമാണ് അന്ന് അപകടത്തിൽ മരിച്ചത്. വർഷം 3 കഴിഞ്ഞിട്ടും ആശ്വാസമാകേണ്ട സർക്കാരിന്റെ സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. 2021 ശേഷം സുകുമാരൻ പഴയ ഇടത്തേക്ക് ഇതുപോലെ പിന്നീട് വന്നിട്ടില്ല. ഇന്ന് തിരിച്ചെത്തുമ്പോൾ അപകടം നടന്ന ആ കെട്ടിടം അവിടെയില്ല. ഞാൻ പിന്നെ ഇതൊരു ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇടിച്ചാൽ കളഞ്ഞു. അപ്പോൾ വീട്ടുകാർക്ക് വന്നാലും എന്നും കണ്ടാലും ഒരു വിഷമം, അതുകൊണ്ട് ഞാൻ ഇടിച്ചാൽ കളഞ്ഞു ഫുള്ളായിട്ട്. ഇത് ലൈറ്റ്നിങ് അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഓലപ്പടക്കിൻ്റെ പണി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതുവരെയ്ക്കും ഒന്നും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഈ വസ്തുവിലെ ഇപ്പോൾ ലോൺ കിടക്കുകയാണ്. ആ ജപ്തിയൊന്നും പറഞ്ഞിപ്പോൾ കിടക്കുകയത്. കെമിക്കൽ റിപ്പോർട്ട് എറണാകുളത്ത് നിന്ന് വരാണ്ടെന്ന് പറയാം. അത് ഇതുവരെയ്ക്കും വന്നിട്ടുമില്ല. FIRന്റെ കോപ്പി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാഴ്ച മങ്ങിത്തുടങ്ങി. എന്നാൽ മങ്ങാതെ നിൽപ്പുണ്ട് ഓർമ്മകൾ. കണ്ണാടി ചേർത്ത് വെച്ച് ജീവിക്കാനുള്ള വഴി തെളിയുമെന്ന് കരുതി കാത്തിരിക്കുകയാണ്. അതല്ലേ ഉള്ള പ്രതീക്ഷകൾ. ഞാൻ കുട്ടനായിട്ട് കൂടെ വിളിക്കുമല്ലോ, കുട്ടാ അല്ല എങ്ങനെയുണ്ടോ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ മാമാ സമാനപ്പെടി നമുക്ക് മാർഗം കിട്ടുമെന്ന് അദ്ദേഹം പറയണം. അവർ പറയാം, ഇനി അവരെ എല്ലാം ഉറപ്പുള്ളൂ. പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടക്കാൻ സുകുമാരൻ ചേട്ടൻ ഇപ്പോഴും പേടിയാണ്. എന്തായാലും ആ പഴയ കെട്ടിടത്തിന് മുകളിൽ ഇപ്പോൾ ചെടിയും മരങ്ങളും ഒക്കെയാണ്. അപ്പോഴും നീതിയുടെ പച്ച തൊടാതെ പോകുന്നത് ഈ മനുഷ്യരുടെ ജീവിതങ്ങളിലേക്കാണ്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.